السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു റാഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിലും അവരിലുമുള്ള രോഗികൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മിലും അവരിലുമായി പല രീതിയിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു തആല എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി റാഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, ഹിജ്റ വർഷം 1447 നാം കടന്നിരിക്കുകയാണ്. ഒരു പുതുവത്സര ചിന്തകൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം സൂചിപ്പിച്ചതാണ്. അതിലേക്ക് ഇനി കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പുതുവത്സരം തുടങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത മാസം മുഹറമാണ്. ഈ മുഹറം മാസത്തിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ മാസം എന്നാണ്. പവിത്രമായ ഒരു മാസത്തിൽ നാം നിലകൊള്ളുമ്പോൾ ഇതിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുകയും അതിനു വേണ്ട ആദരവ് നാം കൊടുക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് വളരെ അത്യാവശ്യവും ആണ്. ഈ മാസത്തിന്റെ
പ്രത്യേകത, അല്ലെങ്കിൽ ഈ മാസത്തിൽ അല്ലാഹു തആല തെരഞ്ഞെടുത്തേക്കുന്ന പ്രത്യേകമായ ഒരു ദിനത്തിന്റെ മഹത്വം, അത് മനസ്സിലാക്കാതെ പോയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ മാസത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷഹ്റുല്ലാഹി എന്ന പ്രയോഗത്തിൽ നിന്നാണ്. ഷഹ്റുല്ലാഹി എന്ന പ്രയോഗം എന്താണ്? ഇതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ മാസം എന്നാണ്. ഹബീബായ തങ്ങളാണ് അതിന് പേരിട്ടത്. ആരാണ് ഷഹ്റുല്ലാ എന്ന് പേരിട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലുസ് സിയാമി ബഅദ ശഹ്രി റമളാൻ. റമളാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമാകുന്ന മുഹറം മാസത്തിൽ എടുക്കുന്ന നോമ്പുകളാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തങ്ങൾ ഈ മാസത്തിന് ഏത് പേരിട്ടാണ് വിളിച്ചതെന്ന്. ഷഹ്റുല്ലാഹ് എന്നാണ്, അള്ളാഹുവിന്റെ മാസം എന്നാണ്. ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. ഈ മാസത്തിലെ 10ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ പേരിട്ട് വിളിക്കും ആശൂറ എന്ന്. മുഹറം 10-ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത് ആശൂറ, മുഹറം 10 എന്ന് നമ്മൾ ആശൂറ എന്നാണ് നാം പേരിട്ട് വിളിക്കുന്നത്. ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ആശൂറ ദിനം നമ്മെ സംബന്ധിച്ചിടത്തോളം തിങ്കളാഴ്ചയാണ് മുഹറം 10 എന്നത്. മുഹറം 10 എന്ന ആ സുദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാർക്ക് പല നേട്ടങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി ആ ഒരു ദിവസത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദിവസം വരുമ്പോ ആ ദിവസത്തെയും ആദരവോടുകൂടെയും ബഹുമാനത്തോടുകൂടെയും നാം കാണുന്നതിനോടൊപ്പം ആ ദിവസത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുക കൂടി ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം നേട്ടങ്ങളാണ് അല്ലാഹു നൽകിയത്? ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നികുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിൽ മോചിതനായി. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് തന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗത്തിൽ നിന്നും മുക്തി ലഭിച്ചു. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ നിന്നും മോചിതനായി. മൂസ നബി അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലും ഫിർഔനിന്റെയും കിങ്കരന്മാരുടെയും ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രക്ഷ നൽകി. ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാർക്ക് പല നേട്ടങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി ഒരു ദിനം അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ബഹുമാനികളെ, അതിന്റെ സന്ദേശം ഉൾക്കൊള്ളുകയും അതിനെ മാനിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ്. പ്രവാചകന്മാർക്കെല്ലാം കൊടുത്തതായി പറഞ്ഞല്ലോ ഉസ്താദെ. നമ്മുടെ നബിക്ക് എന്തേ കൊടുത്തത്? നമ്മുടെ നബിക്ക് കൊടുത്തത് ഗഫറ ലി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തഖദ്ദമ വമാ തഅഖറ. നമ്മൾ കേട്ടിട്ടുണ്ട് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ആ പൊറുക്കപ്പെട്ടിട്ടുണ്ട് എന്ന അറിയിപ്പ് നൽകപ്പെട്ടത് മുഹറം 10-ന്റെ അന്നാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഒരുപാട് നേട്ടങ്ങൾ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ളതായ ഈ സുദിനത്തിനെ വേണ്ട രീതിയിൽ നാം സ്വീകരിക്കുക എന്നതാണ്. ഇതിന്റെ സന്ദേശം എന്താണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്? എന്താണ് ഇതിന്റെ സന്ദേശം ഉൾക്കൊള്ളാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഇടപെടുന്ന രീതിയും അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ അമ്പിയാക്കൾ അള്ളാഹുവിന്റെ ഇടപെടലിൽ എടുത്തതായ സമീപനവും എങ്ങനെയായിരുന്നു എന്നതാണ് നാം പഠിക്കേണ്ട പാഠം. മുഹറം 10-ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നേട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. പിന്നെയോ അല്ലാഹു തആല ഏറെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ ഭൂമി ലോകത്ത്, ഭൂമിതലത്തിൽ, ഭൗമോപരിതലത്തിൽ അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? അമ്പിയാക്കളാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റു സൃഷ്ടികളുള്ളൂ. അവരോടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നും ആ സമീപനങ്ങളിൽ അമ്പിയാ മുർസലുകൾ എടുത്തതായ തീരുമാനങ്ങൾ എങ്ങനെയായിരുന്നു എന്നും നാം പഠിക്കേണ്ടതുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം
മത്സ്യവയറ്റിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. രാവിലെ മത്സ്യവയറ്റിൽ അകപ്പെട്ടു, വൈകുന്നേരമായപ്പോ അള്ളാഹു തആല രക്ഷപ്പെടുത്തി എന്നാണോ നാം മനസ്സിലാക്കിയത്? അങ്ങനെയല്ലല്ലോ. രാവിലെ മത്സ്യവയറ്റിലായി, അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹു രക്ഷപ്പെടുത്തണേന്ന്, അപ്പൊ തന്നെ അള്ളാഹു തആല രക്ഷപ്പെടുത്തി, അങ്ങനെയാണോ? അങ്ങനെയല്ല. 40 ദിവസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മത്സ്യവയറ്റിന്റെ ഉള്ളിൽ അകപ്പെടുത്തിയത്. മത്സ്യത്തിന്റെ വയറ്റിൽ 40 ദിവസം താമസിക്കേണ്ടി വന്നു. ആർക്ക്? യൂനുസ് നബി അലൈഹിസ്സലാമിന്. എന്തേ? അകപ്പെട്ട ഉടനെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്ത പ്രവാചകനല്ലേ, അള്ളാഹു തആല രക്ഷപ്പെടുത്തൂലേ? ബഹുമാനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചില നടപടിക്രമങ്ങൾ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടദാസന്മാരായ പ്രവാചകന്മാരോട് നടത്തിയിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ ഈ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കുറ്റപ്പെടുത്താൻ നാം തയ്യാറാവുകയാണ് എങ്കിൽ മുഹറം 10ന്റെ സന്ദേശം നാം ഉൾക്കൊണ്ടിട്ടില്ല. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ അകപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണ്. എന്താ ദുആ ചെയ്തത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ഒരു ഇലാഹില്ല റബ്ബേ. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോട് അക്രമം ചെയ്തവനാണ്, അക്രമികളിൽപ്പെട്ടവനാണ് ഞാൻ, എന്നോട് നീ കരുണ ചെയ്യേ. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ 40ാമത്തെ ദിവസം ആശൂറയുടെ അന്ന്, മുഹറം 10ന്റെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹിസ്സലാമിന് മത്സ്യവയറ്റിൽ നിന്നും മോചനം നൽകുകയാണ് ചെയ്തത്. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്താണെന്നറിയോ? ഖുർആൻ ശരീഫില് സൂറത്തു സ്വാഫില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സ്വാഫാത്തില്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. യൂനുസ് നബി അലൈഹിസ്സലാം ആ പ്രാർത്ഥന നിർവഹിച്ചില്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ മത്സ്യവയറ്റിൽ കിടക്കേണ്ടി വന്നേനെ. അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ വെറുതെ ഒരു കാര്യം പറയൂ. യൂനുസ് നബി അലൈഹിസ്സലാം ഈ പ്രാർത്ഥന നിർവഹിച്ചില്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതുവരേക്കും മത്സ്യവയറ്റിൽ കിടക്കേണ്ടി വന്നേനെ. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ലസാറ ബത്നുൽ ഹൂതി ഖബറൻ ലഹു എന്നാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറായിട്ട് ആ മത്സ്യത്തിന്റെ വയറ് മാറിയേനെ എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈകൾ ഉയർത്തുമായിരുന്നു. എപ്പോ? മത്സ്യവയറ്റിൽ അകപ്പെട്ടിട്ടല്ല, അതിനു മുമ്പും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, മത്സ്യവയറ്റിൽ എത്തുന്നതിനു മുമ്പും യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിരുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന പ്രാർത്ഥന ജീവിതത്തിൽ പതിവാക്കിയ ആളായിരുന്നു യൂനുസ് നബി അലൈഹിസ്സലാം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, മത്സ്യവയറ്റിൽ അകപ്പെട്ടു. യൂനുസ് നബി അലൈഹിസ്സലാം ഈ പ്രാർത്ഥന ഇങ്ങനെ ഉരുവിടാൻ തുടങ്ങി. ആ സമയത്ത് മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചേർന്ന് നിൽക്കുന്ന അർശിന്റെ മലക്കുകൾ പറയുകയാണ്, സൗത്തും മഅറൂഫ്. റബ്ബേ, ഇത് പരിചയമുള്ള ഒരു ശബ്ദമാണല്ലോ, പരിചയമുള്ള ശബ്ദമാണല്ലോ. എന്താ അതിന്റെ അർത്ഥം? വിഷമം വരുമ്പോ മാത്രം അള്ളാഹുവിനെ വിളിക്കുന്ന ഒരു ശബ്ദത്തെ അങ്ങനെ പരിചയപ്പെട്ടു കൊള്ളണമെന്നില്ല. ഏത് സമയത്തും വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമയത്തെ മലക്കുകൾക്ക് പരിചയമാകും. അള്ളാഹുവിനോട് പറയും, റബ്ബേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ, കൂർക്കഞ്ചേരി എന്നാണല്ലോ കേൾക്കുന്നത്, എപ്പോഴും കേൾക്കാറുള്ള ഒരു ശബ്ദമാണല്ലോ, ഇപ്പൊ എന്തോ ഒരു പ്രയാസത്തിലാണല്ലോ, അള്ളാഹുവിനോട് മലക്കുകൾ പറയുമെന്നാണ്. അതാണ് യൂനുസ് നബി അലൈഹിസ്സലാമിലും സംഭവിച്ചത്. എന്തേ? ഹാദാ സൗത്തും മഅറൂഫ് ഫീ അർളിൻ ഗരീബ്. അല്ലാഹു, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതൊരു സ്ഥലത്ത് നിന്നാണല്ലോ വരുന്നത്. അതെവിടുന്നാ?
മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നാണല്ലോ വരുന്നത്. മലക്കുകൾ പറയുന്നു ശബ്ദം പരിചയമുണ്ട്, പക്ഷെ സ്ഥലം ഞങ്ങൾക്കറിയില്ലല്ലോ. അള്ളാഹുവിനോട് പറയുകയാണ് അങ്ങനെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ആ തസ്ബീഹോടുകൂടെ, ആ ദിക്റോടുകൂടെ, ആ ദുആഓടുകൂടെ മഹാനവറുകൾ എന്ത് ചെയ്തു? മത്സ്യ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അത് തന്നെയാണ് കാരണം. അതല്ലേ പറഞ്ഞത്, ആ ദിക്ർ തന്നെയാണ് കാരണം. അങ്ങനെ ചെല്ലിയില്ലായിരുന്നുവെങ്കിൽ മത്സ്യവയറ് യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറായി മാറിയേനെ എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായല്ലോ, ആ ദിക്ർ തന്നെയാണ്, ആ പ്രാർത്ഥന തന്നെയാണ് മഹാനവറുകൾക്ക് രക്ഷ നേടിക്കൊടുത്തത് എന്ന്. ആ പ്രാർത്ഥന ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നിത്യമാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, ഇതിൽ നിന്നും നാം പഠിക്കേണ്ട പാഠം എന്താണ്? 40 മിനിറ്റോ 40 മണിക്കൂറോ 40 ദിവസമോ 40 ആഴ്ചയോ അല്ല, പിന്നെയോ 40 ദിവസം. അതെ, 40 ദിവസമാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ കിടന്നത്. 40 ദിവസം എന്ന് പറയുമ്പോ ദീർഘമായ 1 മാസവും 10 ദിവസവുമാണല്ലോ. മത്സ്യത്തിന്റെ വയറ്റിലാണല്ലോ താമസിക്കുന്നത്. അത്രയും പ്രയാസത്തിലായിരുന്നു മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. അല്ലാഹു തആല ഏറെ ഇഷ്ടപ്പെടുന്നതായ അടിമയായി. എന്നിട്ട് പോലും നമ്മൾ ചിന്തിക്കുന്നത് എന്താ? റബ്ബേ, നിന്നോട് ഞാൻ എന്ത് ചെയ്തിട്ടാ എനിക്ക് പ്രയാസം തന്നേക്കുന്നത്? 5 വക്തും നിസ്കരിക്കുന്ന ആളല്ലേ ഞാൻ. അപ്പുറത്തുള്ള ആ വീട്ടിലുള്ള ആള് നിസ്കരിക്കുന്ന തന്നെയില്ല, എന്നിട്ടും എനിക്ക് തന്നെയല്ലേ പ്രയാസം തരുന്നുള്ളൂ. പലപ്പോഴും നമ്മുടെ പരാതിയും പരിഭവവും ഇങ്ങനെയൊക്കെയല്ലേ ബഹുമാനികളെ. ആശുറ ദിനത്തെക്കുറിച്ച് നമുക്കപ്പോ ഓർമ്മ വരണം. മുഹറം 10 എന്ന ആ ദിനത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാർക്ക് ആശ്വാസം നൽകിയ ആ സുദിനത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരണം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗത്തിൽ നിന്നും മുക്തി ലഭിച്ചു എന്ന് പറഞ്ഞില്ലേ? ഏതായിരുന്നു രോഗം? ഒരു തലവേദനയും പനിയായിരുന്നോ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ബാധിച്ച രോഗം എന്നുള്ളത്? എന്തായിരുന്നു ബഹുമാനികളെ? അയ്യൂബ് നബി അലൈഹിസ്സലാം കാന കസീറൽ മാൽ, വലിയ ധനാഢ്യനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം ബാധിച്ചു, രോഗം മൂർച്ഛിച്ചു. രോഗം നാവിനും കൽബിനും ബാധിച്ചില്ല, ബാക്കിയുള്ള ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും രോഗം ബാധിച്ചു. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നാ വജദ്നാഹു സാബിറാ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഇന്നാ വജദ്നാഹു സാബിറാ, നല്ല ക്ഷമയുള്ള അടിമയായിട്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ എനിക്ക് എത്തിച്ചത്. നിഅമൽ അബ്ദ്, എത്ര നല്ല അടിമയാണെന്നറിയുമോ, എത്ര നല്ല ദാസനാണെന്നറിയുമോ. അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല മദ്ഹ് ചെയ്ത് പറയാണ്, പുകഴ്ത്തി പറയുകയാണ്. അത്രമാത്രം ഉണ്ടായിരുന്നു മഹാനവറുകളുടെ ആ ഒരു ക്ഷമ. നാവിനും കൽബിനും മാത്രം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും രോഗം ബാധിച്ചു, രോഗം മൂർച്ഛിച്ചു. എന്താ സംഭവിച്ചത്? തനിക്കുള്ള തോട്ടങ്ങൾ നോക്കി നടത്താൻ പറ്റാത്ത അവസ്ഥയായി. വലിയ ധനാഢ്യനായിരുന്നു, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. അങ്ങനെയാണല്ലോ, നല്ല ഒരു രോഗം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ അഹങ്കാരം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അയ്യൂബ് നബി അലൈഹിസ്സലാം സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. മക്കൾ ഓരോന്നോരോന്നായിട്ട് മരിക്കാൻ തുടങ്ങി. എല്ലാ മക്കളും മരണപ്പെട്ടു, സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. ശരീരത്തിലാണെങ്കിലോ അസ്വസ്ഥത ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു അസുഖമല്ലല്ലോ, വ്രണം ബാധിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ അടർന്നു പോവുകയാണ്, ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നും ആദ്യം കൂട്ടുകാർ ഒഴിവായി, കൂട്ടുകാർ വരുന്നത് പിന്നെ വരാതെയായി. എന്തേ? ദുർഗന്ധം കാരണം വരാതെയായി. പിന്നെ വീട്ടിലുള്ള കുടുംബക്കാരും വരാതെയായി. ഓരോരുത്തരായി അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരുന്നു. ബഹുമാനികളെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമക്ക് ലഭിച്ചേക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ രോഗം ശിഫയായി മുഹറം 10 എന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞു പോയാൽ പോരാ. എന്തായിരുന്നു അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥ? ആ ഒരു രോഗം ബാധിച്ചപ്പോ എല്ലാ രീതിയിലും ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഒരാള് മാത്രമാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്നത്, സഹധർമ്മിണിയാകുന്ന റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ. ബഹുമാനികളെ, അങ്ങനെ എല്ലാവരും അകന്നു എന്ന് മാത്രമല്ല, അവസാനം രോഗം ഇങ്ങനെ മൂർച്ഛിച്ചു. വല്ലാത്തൊരവസ്ഥയിലായപ്പോ ആ നാട്ടുകാര് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഇവിടെ നിന്നും നിങ്ങൾ മാറണം. നാട്ടിൽ നിന്നും പുറത്താക്കുകയാണ്. എന്തൊരവസ്ഥയാണെന്ന് നോക്ക്.
അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ നാട്ടിൽ നിന്നും പുറത്താക്കുകയാണ്. പിന്നെയോ അപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും വേണമല്ലോ. അതിന് റഹ്മത്ത് ബീവി ഓരോ വീടുകളിൽ പോയി വീട്ടുജോലി കൊണ്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഭക്ഷണം കൊണ്ടുവന്നത്. ആ റഹ്മത്ത് ബീവിയെ നാം മറന്നു പോകാൻ പാടില്ല. ഈ ആശുറയുടെ ദിനത്തിലും അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗബാധിതനായി കിടക്കുകയാണ്. തന്റെ പ്രിയതമന് നോമ്പു തുറക്കുന്ന സമയത്തേക്ക് ഭക്ഷണം കിട്ടണം. അതാണല്ലോ, രണ്ടുപേർക്കും പകല് നോമ്പാണ്, രാത്രി രണ്ടുപേരും നിസ്കാരവുമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കോ? പരിധി വിട്ടുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ നമ്മൾ അള്ളാഹുവിനെയും കുറ്റപ്പെടുത്താൻ തുടങ്ങും. ആ ഒരു അവസ്ഥയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ അയ്യൂബ് നബി അലൈഹിസ്സലാം വല്ലാത്ത പരീക്ഷണത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. സഹധർമ്മിണി വീട്ടുജോലി ചെയ്തുകൊണ്ടാണ് തന്റെ പ്രിയതമന് വേണ്ടി നോമ്പു തുറക്കാനുള്ള ഭക്ഷണവുമായിട്ട് വരുന്നത്. എന്തുണ്ടായി അവസാനം? ഒരു വീട്ടുകാരും ജോലി കൊടുക്കാത്ത അവസ്ഥ വരെ എത്തി. എന്തുകൊണ്ട്? അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വീട്ടുകാരും ജോലി കൊടുക്കൂല. എന്തുകൊണ്ട്? രോഗിയുടെ അടുത്ത് നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലും അതിന്റെ പ്രയാസങ്ങൾ ഉണ്ടാകും, രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാട്ടിൽ നിന്നും ഓടിച്ചു. മറ്റൊരു നാട്ടിലാണ് ഉള്ളത്. ആ നാട്ടുകാര് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ എന്തില്ല, ജോലിയും കൊടുക്കുന്നില്ല. ജോലിയില്ലാതെ തിരിച്ചു വരുന്ന സഹധർമ്മിണി അയ്യൂബ് നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇന്ന് എന്തേ കിട്ടിയത്? വീട്ടു ജോലിക്ക് പോയാൽ റഹ്മത്ത് ബീവിക്ക് കിട്ടുന്നത് എന്താ? നോമ്പ് തുറക്കാനുള്ള ഭക്ഷണവും അടുത്ത ദിവസം നോമ്പ് പിടിക്കാനുള്ള ഭക്ഷണവുമാണ് കിട്ടാറ്. അയ്യൂബ് നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇന്ന് എന്തേ? അപ്പൊ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല, ജോലി കിട്ടിയില്ല. ഒരുപാട് വീടുകളിൽ ഞാൻ കയറിയിറങ്ങി, ആരും ജോലി തന്നില്ല. അയ്യൂബ് നബിയുടെ ഭാര്യയാണെന്ന് ഈ നാട്ടുകാർ മനസ്സിലാക്കിയിട്ടുണ്ട്, ആരും ജോലി തന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല. ചിന്തിച്ചു നോക്കൂ ബഹുമാനികളെ, ആ നബി കുടുംബത്തിന്റെ അവസ്ഥ. അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, സാരമില്ല, നമുക്ക് ക്ഷമിക്കാം അള്ളാഹുവിന് വേണ്ടി. അതാണല്ലോ അള്ളാഹു തആല പറഞ്ഞത്, ഇന്നാ വജദ്നാഹു സ്വാബിറാ. ക്ഷമാശീലനായിക്കൊണ്ട് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ എനിക്ക് എത്തിച്ചു എന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ. അയ്യൂബ് നബി അലൈഹി ഇസ്ലാം സഹധർമ്മിണിയോട് പറഞ്ഞു, നമുക്ക് ഇന്നും ക്ഷമിക്കാമെന്ന് പറയുകയാണ്. ബഹുമാനികളെ, അടുത്ത ദിവസവും ചെന്നു, ഭക്ഷണമില്ല, കൊടുക്കുന്നില്ല. ഭക്ഷണം കൊടുക്കാതെ ആയപ്പോ റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, അങ്ങേക്കൊന്ന് ദുആ ചെയ്തുകൂടെ? ലൗ ദഅൗത റബ്ബക, അങ്ങയുടെ രക്ഷിതാവിനോടൊന്ന് ദുആ ചെയ്തുകൂടെ? അങ്ങനെ ദുആ ചെയ്താൽ ലഫറജ അൻക, അല്ലാഹു തആല അങ്ങയെ രക്ഷപ്പെടുത്തുമല്ലോ, ഇതൊന്ന് മാറ്റിത്തരാൻ ദുആ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, 70 വർഷം ഞാൻ ആരോഗ്യവാനായിട്ടാണ് ജീവിച്ചത്. ഞാനിപ്പോ കുറച്ചു കാലമായിട്ടുള്ള രോഗിയായിട്ട് അള്ളാഹുവിന് വേണ്ടി ഞാനൊന്ന് ക്ഷമിക്കട്ടെ റഹ്മത്തെ എന്ന് പറയുകയാണ് ഉണ്ടായത്. 70 വർഷക്കാലം അള്ളാഹു എനിക്ക് ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ തന്നില്ലേ? എനിക്ക് ഈ അള്ളാഹുവിന്റെ ഈ പരീക്ഷണം നേരിടാനുള്ള ഒരു കരുത്ത് അള്ളാഹു താല എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ, നമുക്കൊന്ന് ക്ഷമിക്കാം എന്ന് പറയുകയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. എപ്പോഴാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തതെന്നറിയുമോ? റബ്ബേ, എനിക്ക് ഒരു പ്രയാസം നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴാണെന്നറിയോ? 2 സഹോദരങ്ങൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് രോഗസന്ദർശനത്തിന് വേണ്ടി വന്നു. രോഗസന്ദർശനത്തിന് വേണ്ടി 2 സഹോദരങ്ങൾ വന്നു. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് അടുക്കുന്നില്ല, ദൂരെ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുകയാണ്. എന്ത്? ദുർഗന്ധം കാരണം. അപ്പോഴും റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. 2 സഹോദരങ്ങൾ വന്നു അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ, രോഗസന്ദർശനത്തിന് വേണ്ടിയാണ് വന്നത്. അവരിൽ ഒരാൾ പറയുകയാണ്, എന്താ പറഞ്ഞത്? ലഖദ് അദ്നബ ദംബാ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാം എന്തോ ഒരു വലിയ തിന്മ ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു വലിയ തിന്മ ചെയ്തിട്ടുണ്ട്. മാ അദ്നബഹു അഹദും മിനൽ ആലമീൻ, ലോകത്ത് ഒരാളും ചെയ്യാത്ത എന്തോ ഒരു തിന്മ, ഒരു ദോഷം അയ്യൂബ് നബി അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടെയുള്ള ആള് ചോദിച്ചു, എന്തേ അത്? നീ എന്തേ ഇങ്ങനെ പറയാൻ കാരണം? അപ്പോ കൂടെയുള്ള ഇയാൾ പറയുകയാണ്, 18 വർഷമായില്ലേ, 18 വർഷത്തോളമാണ് രോഗം. ആലോചിച്ച് നോക്കണം. ഹബീബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടദാസനിക്കുണ്ടായ ഒരു പ്രയാസം. നമ്മൾ എന്തേ വിചാരിച്ച അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ഒരാഴ്ചയായിരുന്നു രോഗമെന്നോ?
ഒരു മാസമായിരുന്നു, ഒരു വർഷമായിരുന്നു, 18 വർഷക്കാലമായിരുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ താരീഖിൽ നമുക്കിത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 18 വർഷക്കാലമായിരുന്നു രോഗം. ഈ മനുഷ്യൻ പറയുകയാണ്, 18 വർഷമായിട്ട് അല്ലാഹു തആല അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ രോഗം ശിഫയാക്കിയിട്ടില്ലല്ലോ. അപ്പൊ എന്തോ വലിയ ഒരു തിന്മ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്, അതാണ് അല്ലാഹു തആല ഈ പരീക്ഷണം നൽകിയത് എന്ന് പറഞ്ഞത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം കേട്ടു. മാനസികമായിട്ട് തളർന്നു പോവുകയാണ്, വല്ലാത്ത വിഷമമായി. എന്തുകൊണ്ട്? അള്ളാഹുവിനോട് ഒരു തിന്മ ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു തആല എനിക്ക് ഈ പരീക്ഷണം നൽകിയേക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. ശരീരത്തിൽ വ്രണങ്ങൾ വന്നു, കുഴപ്പമുണ്ടായില്ല. ഓരോ ഭാഗങ്ങൾ അടർന്നു പോയി, പ്രയാസം ഉണ്ടായില്ല. പക്ഷേ മനസ്സിനെ ബാധിച്ച പ്രയാസം എന്താണ്? ആ വാക്കാണ്. ഏത് വാക്ക്? എന്തോ ഒരു തിന്മ ചെയ്തിട്ടുണ്ട്, അത് കാരണമായി കൊണ്ടാണ് ഈ പരീക്ഷണം വന്നേക്കുന്നതെന്ന് പറഞ്ഞപ്പോ തകർന്നു പോയി. ഇതിങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് തന്റെ ഭാര്യ വരുമ്പോ അവരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടി. അങ്ങനെ നോക്കുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം നോക്കുമ്പോ റഹ്മത്ത് ബീവി ഭക്ഷണവുമായിട്ട് വരികയാണ്. ഇതെന്താ, ഇന്നെന്താ ഭക്ഷണം കിട്ടിയേ? ജോലി ആരും തരൂലാന്നാണല്ലോ പറഞ്ഞത്, ഇന്നെന്തേ ഭക്ഷണം കിട്ടിയേ? അപ്പൊ പറഞ്ഞു, ഇന്ന് ഭക്ഷണം കിട്ടി. എവിടെന്നാന്ന് ചോദിച്ചു. എവിടെന്നാന്ന് നിർബന്ധിപ്പിച്ച് ചോദിച്ചു. ഇത് ഹലാലായ ഭക്ഷണം തന്നെയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം അയ്യൂബ് നബി അലൈഹി സ്വലാം ഭക്ഷണം കഴിച്ചു, നോമ്പ് തുറന്നു. അടുത്ത ദിവസവും അങ്ങനെ തന്നെ ഭക്ഷണം കിട്ടി. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ചെറിയൊരു സംശയമായി. ആരും ജോലി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എവിടെന്നാ നിനക്ക് ഈ ഭക്ഷണം എന്ന് ചോദിച്ചു. ആ സമയത്ത് റഹ്മത്ത് ബീവി തന്റെ തലയിൽ കിടന്ന ആ ഒരു തലയിലെ തട്ടനങ്ങോട്ട് മാറ്റി കാണിച്ചു കൊടുക്കുകയാണ്. മുടി മുഴുവനും വടിച്ചു കൊടുത്തു. കഴിഞ്ഞ ദിവസം തലേ ദിവസം പകുതി വടിച്ചു കൊടുത്തു, ഇന്നത്തെ ദിവസം മുഴുവനും വടിച്ചു കൊടുത്ത് മുടി കൊടുത്തിട്ടാണ് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിയേക്കുന്നത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൗന്ദര്യം എന്നുള്ളത്, അഴക് എന്നുള്ളത് മുടിയാണല്ലോ. റഹ്മത്ത് ബീവിക്ക് നല്ല സുന്ദരമായ മുടിയുണ്ടായിരുന്നു, അത് മുറിച്ചു കൊടുത്തിട്ട് പകരമാണ് ഭക്ഷണവുമായിട്ട് വന്നത്. ഇത് കണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പ്രയാസമായി. എന്ത്? നേരത്തെ ആ സഹോദരൻ പറഞ്ഞ വാക്കും ഇപ്പോ റഹ്മത്ത് ബീവിയാകുന്ന തന്റെ സഹധർമ്മിണി അനുഭവിക്കുന്ന പ്രയാസങ്ങളും കണ്ടപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഒരുപാട് വിഷമമായി. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ ഇന്നി മസ്സനിയല്ലുറു ഫഅൻത അർഹമുർ റാഹിമീൻ. റബ്ബേ, എനിക്ക് ചെറിയൊരു പ്രയാസം അകപ്പെട്ടിട്ടുണ്ടല്ലോ, അത് നീ അറിയുന്നവനാണല്ലോ, നീ കരുണ ചെയ്യുന്നവരിൽ കരുണ ചെയ്യുന്നവനാണല്ലോ റബ്ബേ എന്ന് ദുആ ചെയ്തു. ആ സമയത്താണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്. അങ്ങനെ അടുത്ത ദിവസം റഹ്മത്ത് ബീവി ജോലി അന്വേഷിച്ചു പോയി. ജോലിയൊന്നും കിട്ടിയില്ല. തിരിച്ചു വന്നു നോക്കുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കാണുന്നില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കാണുന്നില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം ഇരുന്ന സ്ഥലത്ത് സുന്ദരനായ ഒരു യുവാവ് നിൽക്കുകയാണ്. ചോദിച്ചു, ഇവിടെ ഒരു അയ്യൂബ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, വലിയ രോഗബാധിതനായ ഒരു പ്രയാസപ്പെട്ടിരുന്ന ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നല്ലോ, എവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അന അയ്യൂബ്, ഞാനാണ് അയ്യൂബ് അലൈഹിസ്സലാം. റഹ്മത്ത് ബീവിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രയും സുന്ദരനായ ഒരു രൂപത്തിലായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടെ ഉണ്ടായിരുന്നത്. വിശുദ്ധ ഖുർആൻ ശരീഫ് വിശദമായിട്ട് തന്നെ നമുക്കിത് പഠിപ്പിച്ചു തരുന്നുണ്ട്. റഹ്മത്ത് ബീവി ചോദിച്ചു, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? അല്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ല, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവിലേക്ക് ദുആ ചെയ്തപ്പോ അള്ളാഹു തആല അത് സ്വീകരിച്ചു. അള്ളാഹു തആല രോഗത്തിൽ നിന്നും എനിക്ക് മുക്തി നൽകുകയാണ് ഉണ്ടായത് എന്ന് റഹ്മത്ത് ബീവിയോട് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു. ഇത് മുഹറം 10-നാണ്. മുഹറം 10-ന് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം ശിഫയായി എന്ന് പറഞ്ഞ് അങ്ങനെ നാം ഒഴിവായി പോയാൽ പോരാ. അയ്യൂബ് നബി അലൈഹിസ്സലാം 18 വർഷം അനുഭവിച്ച വിഷമങ്ങളെ, ത്യാഗങ്ങളെ കുറിച്ച് നാം ഓർമ്മ വേണം. അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. ഈ 18 വർഷവും മുഹറം 10 ഉണ്ടായിരുന്നു, ഇല്ലേ? മുഹറം 10 ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷേ ഈ അസുഖം മാറുന്നതിന് വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്തത് ഒരു മുഹറം 10-നാണ്, ആശൂറ ദിനത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം 10-നാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം ശിഫയാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തത്. 18 വർഷക്കാലം അനുഭവിച്ച ത്യാഗങ്ങളെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടെയായിരിക്കണം അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിൽ മോചിതനായി. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നാം പറയുമ്പോൾ, അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി നാം പറയേണ്ടതുണ്ട്. എന്താണ്? രോഗബാധിതനായ സമയത്ത് തന്നെ ഉപേക്ഷിച്ചു പോയ എല്ലാവരെയും സുന്ദരനായി, സുമുഖനായി, പിന്നീട് ധനാഢ്യനായി തിരിച്ചു വരുമ്പോഴും മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം എല്ലാവരെയും സ്വീകരിച്ചു എന്നുള്ളതാണ്.
എനിക്ക് രോഗം വന്നപ്പോ നീ ഓടിപ്പോയില്ലേ, അതുകൊണ്ട് നിന്നോട് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല ചെയ്തത്, എല്ലാവരെയും അടുപ്പിക്കുകയാണ് ചെയ്തത്. ഇത് നാം പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ്. എനിക്ക് പ്രയാസമുണ്ടായപ്പോ നീ എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നാം മുഖം തിരിച്ചു കളയുന്ന അവസ്ഥയല്ലേ. എന്നാൽ അയ്യൂബ് നബി അലൈഹി സ്വലാം എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. ഇത് തന്നെയല്ലേ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. മുഹറം 10 അന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം ജയിൽ മോചിതനായി എന്ന് നാം പഠിക്കുന്നുണ്ട്. എന്തേ മുഹറം 9 മുഹറം 10 രാവിലെ ഒന്നും അല്ല യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജയിലിലടക്കുന്നത്. 7 വർഷക്കാലമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവാചകൻ, വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രവാചകൻ 7 വർഷക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ബഹുമാനികളെ, അതിൽ നിന്നും നാം പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഓരോ അടിമകളോടും അല്ലാഹു തആല സമീപിക്കുന്ന ചില സമീപനങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അത് ആ അടിമകളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, അങ്ങനെ നാം ചിന്തിക്കരുത്. യൂസുഫ് നബി അലൈഹിസ്സലാം 7 വർഷക്കാലമാണ് ജയിലിൽ കിടന്നത്. മുഹറം 10 അന്ന് ജയിൽ മോചിതനാകുന്ന സമയത്ത് പിന്നീട് പോകുന്നത് എന്താണ്? മിസ്റിലെ രാജാവിന്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി കൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ജയിൽ മോചിതനായി കൊണ്ടുപോകുന്നത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും, പിന്നീട് അല്ലാഹു തആല നൽകുന്നതായ ഒരു വിജയമുണ്ടാകും, ഒരു സന്തോഷമുണ്ടാകും. അത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല കരുതി വെച്ചേക്കുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രീതിയിലാണ് അല്ലാഹുവിനോട് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ നടപടിക്രമങ്ങളെ നാം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ നിന്നും മോചിതനായി ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി നിൽക്കുമ്പോഴാണല്ലോ കൻആൻ പ്രദേശത്ത് നിന്ന് തന്റെ സഹോദരങ്ങൾ വരുന്നത് ഭക്ഷണത്തിനുമായിട്ട്. ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്റെ സഹോദരങ്ങൾ വരികയാണ്, ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. ഈ സമയത്ത് തനിക്ക് എല്ലാവിധ അധികാരങ്ങളുമുണ്ട്, രാജാധികാരങ്ങൾ എല്ലാം രാജാവ് മന്ത്രിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം എന്താണ് അവിടെ എടുത്ത തീരുമാനം? എന്താ എടുത്ത തീരുമാനം? നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട പിതാവിൽ നിന്നും നിങ്ങൾ എന്നെ അകറ്റിയതല്ലേ എന്ന് ചോദിച്ചോ? നിങ്ങൾ എന്നെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടതല്ലേ എന്ന് ചോദിച്ചോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞ വർത്തമാനം, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, അതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ മേൽ ഒരു ശിക്ഷാ നടപടിയും ഞാൻ സ്വീകരിക്കുന്നില്ല എന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ സഹോദരങ്ങളോട് പറഞ്ഞത്. ക്ഷമിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ? ആശുറ മുഹറം 10 അന്ന് നാം മുഹറം 10 സന്ദേശം മനസ്സിലാക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ബഹുമാനികളെ, മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയില്ലേ ഫിർഔനിൽ നിന്നും കിങ്കരന്മാരിൽ നിന്നും? അതിന്റെ സന്തോഷ പ്രകടനമായിട്ടാണല്ലോ നമ്മൾ ആശുറന്റെ നോമ്പ് തന്നെ അനുഷ്ഠിക്കുന്നത്. അഫ്ളലുസ് സിയാമി ബഅദ ശഹ്രി റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. ഹദീസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണെന്ന് പറയുന്നു. മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഖുർത്തുബി ഇമാമിനെ പോലുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ശഹ്റുല്ലാഹിൽ മുഹറം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശുറ നോമ്പിനെയാണ്, മുഹറം 10-നെയാണ്. മുഹറം മാസം എന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ മുഹറം 10 എന്ന് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, അത് നാം മനസ്സിലാക്കിയിരിക്കണം. മുഴുവനും പറഞ്ഞിട്ട് അല്പം ഉദ്ദേശിക്കും. മുഹറം മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആശുറ എന്നാണ് ഉദ്ദേശിച്ചത്. ദിക്റുൽ കുല്ലി ഇറാദത്തുൽ ബഅദ് എന്നാണ് അറബിയിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. മലയാളത്തിലും അങ്ങനെയുണ്ട്. വിരലിൽ നല്ല ഒരു കെട്ടുമായിട്ട് നമ്മുടെ അടുത്ത് ഒരാൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ, നിന്റെ കൈ എങ്ങനെയാ മുറിഞ്ഞത് എന്ന് ചോദിക്കൂലേ? അല്ലേ? കൈയാണോ മുറിഞ്ഞത്? അല്ല, വിരലാ മുറിഞ്ഞത്. കൈ എന്ന് പറഞ്ഞാൽ മുഴുവനും ഉൾപ്പെടുന്നതാണ്. മുഴുവനും ഉൾപ്പെടുന്നതിനാണ് കൈ എന്ന് പറയുന്നത്. വിരലിനെ കുറിച്ച് നമ്മൾ ചോദിക്കും. ഇതുപോലെ തന്നെ അറബിയിലുള്ള പ്രയോഗമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നതിൽ നിന്നും മഹാനായ തീബി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത് മുഹറം മാസത്തിലെ 10-ാം ദിവസം ആശുറയിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്. ഈ ആശുറന്റെ നോമ്പ് നമുക്ക് സുന്നത്താക്കപ്പെട്ടത് ഏത് സമയത്താണ്? മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹബീബായ തങ്ങൾ ഹിജ്റ വരുമ്പോ മദീനയിലെ യഹൂദികൾ മുഹറം 10 അന്ന് നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. സഹാബത്ത് പറഞ്ഞു, നബിയെ, യഹൂദികൾക്ക് ഇന്ന് നോമ്പാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു യഹൂദികളോട്, എന്തേ നിങ്ങൾ നോമ്പ് പിടിക്കാനുള്ള കാരണം?
ഈ ദിവസം മൂസ നബി അലൈഹി ഇസ്ലാമിനെയും ഖൗമിനെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയതാണല്ലോ. അതിന്റെ നന്ദി സൂചകമായി മൂസ നബി അലൈഹി ഇസ്ലാം അന്ന് നോമ്പനുഷ്ഠിച്ചിരുന്നു. അതിനെ അനുവർത്തിച്ചുകൊണ്ടാണ് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന അഹഖു ബി മൂസ, മൂസ നബി അലൈഹി ഇസ്ലാമുമായിട്ട് ഏറ്റവും കൂടുതൽ നിങ്ങളെക്കാളും ബന്ധം എനിക്കാണ്. റിസാലത്തിന്റെ ബന്ധം, പ്രവാചകത്വത്തിന്റെ ബന്ധം എനിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും സഹാബത്തിനോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ബഹുമാനികളെ, ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഈ നോമ്പ് നമുക്ക് സുന്നത്താക്കപ്പെടുന്നത് തന്നെ മൂസ നബി അലൈഹി ഇസ്ലാമിനെയും സമൂഹത്തെയും അല്ലാഹു തആല ഫിർഔനിൽ നിന്നും രക്ഷപ്പെടുത്തിയതിന്റെ നന്ദി സൂചകമായിട്ടാണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, ബഹുമാനികളെ, മൂസ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല ഫിർഔനിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എപ്പോഴാണ്? ഇതുകൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബേ, ഫിർഔനിൽ നിന്നും ഈ അവന്റെ കിങ്കരന്മാരിൽ നിന്നും അവന്റെ ശിക്ഷയിൽ നിന്നും അവന്റെ ഈ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് ദുആ ചെയ്തു. ആ ദുആന് ഉത്തരം കിട്ടിയത് 40 വർഷത്തിന് ശേഷമാണ് എന്നാണ് മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും ദുആനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് മൂസ നബി അലൈഹി ഇസ്ലാമിനോടും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പക്ഷെ ആ ഉത്തരം നടപ്പിലാക്കിയത് 40 വർഷത്തിന് ശേഷമാണ്. 40 വർഷക്കാലം പ്രയാസത്തിലും ദുരിതത്തിലുമായിരുന്നു മൂസ നബി അലൈഹി ഇസ്ലാമും ഖൗമും എന്നുള്ളതാണ്. ചിന്തിച്ചു നോക്കൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ നമുക്കത് ഇപ്പൊ തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഇന്ന് തന്നെ കിട്ടണം, അല്ലെങ്കിൽ നാളെ കിട്ടണം. ഇല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് ഇതൊന്നും ശരിയാവൂല എന്ന ചിന്താഗതിയാണ്. ബഹുമാനികളെ, ആ ഒരു ചിന്താഗതി നാം മാറ്റണം. അള്ളാഹുവിനുള്ള വിശ്വാസം നമുക്ക് രൂഢമൂലമാകണം. അതിന് മുഹറം 10 നാം അതിന് കാരണമാക്കണം. ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹു തആല നേട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവാചകന്മാർ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, മുഹറം 10നെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സൂമു, മുഹറം 10ന് നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. വവസ്സിഉ അലാ ഇയാലിക്കും, നിങ്ങളുടെ ആശ്രിതർക്ക് നിങ്ങൾ 10ന്റെ അന്ന്, മുഹറം 10ന്റെ അന്ന് വിശാലത ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. മുഹറം 10ന്റെ അന്ന് ഒന്ന് വിശാലത ചെയ്തു കൊടുക്കണം. ഭക്ഷണത്തിലും മറ്റു കാര്യത്തിലൊക്കെ നമ്മളൊന്ന് വിശാലത ചെയ്തു കൊടുക്കണം. പിശുക്കൊന്ന് കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? മുഹറം 10ന്റെ അന്ന് ഒരല്പം ഒന്ന് വിശാലത ചെയ്തു കൊടുക്കണം. എന്താണോ നമുക്ക് നമ്മളെ കൊണ്ട് ഓരോരുത്തർക്കും കഴിയുന്നത് അത് നാം ചെയ്തു കൊടുക്കണം. ഏറ്റവും വിശാലമാക്കണമെന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ വസ്സഅലഹു, ആരെങ്കിലും ഈ മുഹറം 10ന്റെ അന്ന് കുടുംബത്തിന്റെ മേൽ, തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ മേൽ, തന്റെ ഭാര്യ, സന്താനങ്ങൾ, തന്നെ ആശ്രയിച്ച് ആരൊക്കെ ഉണ്ടോ അവരുടെ മേൽ വിശാലത ചെയ്തു കൊടുത്താൽ വസ്സഅല്ലാഹു സായിറ സനതിഹി, ആ വർഷം മുഴുവനും അല്ലാഹു തആല അവന് വിശാലത ചെയ്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പല സഹാബത്തും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പല പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജനാസ നിസ്കരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കണിപ്പയ്യൂർ മുഹമ്മദ് മിദ്ലാജ് എന്ന സഹോദരൻ, പഴയന്നൂർ ഷാഹുൽ ഹമീദ് മുസ്ലിയാർ, തൃശൂർ കരയാമുട്ടം മഹൽ നിവാസി സ്റ്റാർ ജമാൽ ഹാജി, പടുവിങ്ങൽ പരേതനായ മർഹൂം PPS തങ്ങളുടെ ഭാര്യ കുഞ്ഞ് ബീവി, അതുപോലെ തൃശൂർ പൂവത്തൂർ സ്വദേശി വലിയകത്ത് ആസാദ്, ഈങ്ങത്ത് സൈദാലി മകൻ ES മുഹമ്മദ് ഹാജി, ചിറനല്ലൂർ മടപ്പാട്ട് പറമ്പിൽ ബീവാത്തു ഉസ്മാൻ മുസ്ലിയാർ, ഇബ്രാഹിം മുസ്ലിയാർ കുളത്തൂർ എന്നിവർക്ക് വേണ്ടിയുള്ള മയ്യിത്ത് നിസ്കാരമുണ്ട്. ജുമാ നിസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് മയ്യിത്ത് നിസ്കരിക്കുന്നതാണ്. നമ്മുടെ ആശൂറ, താസുഅ, മുഹറം 9, 10 നോമ്പുകൾ വളരെ മഹത്വത്തോടുകൂടെ നാം മനസ്സിലാക്കി, ഞായറും തിങ്കളും, മുഹറം 9 ഞായർ, മുഹറം 10 തിങ്കൾ, അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നോമ്പനുഷ്ഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അതോടൊപ്പം തന്നെ എന്ത് സൽക്കർമ്മമാണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം നമ്മൾ ചെയ്യണം. കാരണം മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞേക്കുന്നത് രക്ഷയുടെ ദിനങ്ങളെന്നാണ്.
അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ നാഥ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ അമലുകളെല്ലാം നീ കബൂലാക്കണം തമ്പുരാനെ. പടച്ചവനെ വീഴ്ചകളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണം റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ മനസ്സങ്ങളിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട്, അതെല്ലാം നീ സഫലീകരിക്കണം റഹ്മാനെ. പടച്ചവൻ ഈ മാസത്തിന്റെ പ്രത്യേകത കൊണ്ട്, ഈ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണം തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ ഉപ്പമാർ, ഭാര്യ, സന്താനങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ സഫലീകരിക്കണം റഹ്മാനെ. എല്ലാവരുടെയും വിഷമങ്ങൾ, പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ ഞങ്ങളിലും അവരിലും പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, എല്ലാവർക്കും നീ പൂർണ്ണ ശിഫ നൽകണം അല്ലാഹ്. ആഫിയത്ത് നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് ദുആ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട പല സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്, ഉമ്മമാരുണ്ട്, അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണം അല്ലാഹ്. ആഫിയത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ അല്ലാഹു ഞങ്ങളുടെയും അവരുടെയും ആഖിബത്തിൽ നിന്നാക്കണം റഹ്മാനെ. പടച്ചവനെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഞങ്ങളിൽ പലരും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്, അവരുടെ ജോലികൾ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. പടച്ചവൻ അവർക്ക് നീ എല്ലാവിധ ഖൈറും നൽകണം റഹ്മാനെ. വിദേശ രാജ്യത്തേക്ക് യാത്ര ഉദ്ദേശിക്കുന്ന ഒരു സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാ തടസ്സങ്ങളും വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. ഏതാണോ ഖൈറായത് ആ ഖൈറായ കാര്യം നീ തീരുമാനം നീ നടപ്പിലാക്കണം റഹ്മാനെ. അല്ലാഹു ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും ആറടി മണ്ണിലാണ്, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണം തമ്പുരാനെ. മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, മർഹമത്ത് നൽകണം റഹ്മാനെ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. വരുന്ന ചൊവ്വാഴ്ച 8-ാം തീയതി 4 മണിക്ക് കേരള സാഹിത്യ അക്കാദമി ഹാളിൽ ബഹുമാന്യനായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉസ്താദ് അവർ എഴുതിയ ഒരു പുസ്തകം, അതിന്റെ പ്രകാശനവും ചർച്ചയുമാണ്. ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനി MP ഉൾപ്പെടെ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. കഴിയുന്നവരെല്ലാവരും ആ സംരംഭത്തിൽ സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.